ഓണങ്കോട് വാർഡിൽ BJP ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു പുതുമുഖത്തെയാണ്. യുവത്വത്തിന് പ്രാധാന്യം നൽകി വാർഡിൽ മത്സരിക്കുന്നത് കൃഷ്ണസുജയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളൊന്നും സംസ്ഥാനത്ത് നടപ്പാകാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അവകാശങ്ങൾ കൃത്യമായി ലഭിക്കാനാണ് താൻ മത്സരിക്കുന്നതെന്ന് കൃഷ്ണസുജ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പവും മാർക്കറ്റിലെത്തുന്ന കച്ചവടക്കാരോടൊപ്പവും കൃഷ്ണസുജ സംസാരിക്കുന്നുണ്ട്. നാടിൻ്റെ വികസനത്തിന് മാറി ചിന്തിക്കേണ്ട സമയമായി എന്നാണ് സുജ പറയുന്നത്. ശക്തമായ മത്സരമുള്ള ഓണങ്കോട് വാർഡിൽ വിജയക്കൊടി പാറിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കൃഷ്ണസുജ. നമസ്തേ, ഞാൻ കൃഷ്ണസുജ. ഓണങ്കോട് വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ്. താമര ചിഹ്നത്തിൽ ജനവിധി തേടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല. ഇന്നിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേന്ദ്രം ഭരിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മോദിജി ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളും പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ഓരോന്നും നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് എത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് ജനവിധി തേടി എനിക്ക് ഒന്ന് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ന് ആ പറയുന്ന ഓരോ പദ്ധതികളും നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലേക്ക്, നമ്മുടെ ഈ ഒരു ഓണങ്കോട് വാർഡിലേക്ക് ഉറപ്പായിട്ട് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മേഖലയിലോട്ട് കടന്നു വന്നിട്ടുള്ളത്. കാരണം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോഴാണ് ശരിക്കും പറയുമ്പോൾ അവിടെ ഒരു വിജയം വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പോൾ എന്നെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.